ശ്രീ ഫൈസൽ ബാബു. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശുഭകരമായ വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പ് 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്നു എന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന ഫലങ്ങൾ മലബാർ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ബേപ്പൂർ തുറമുഖം ആധുനികവൽക്കരിക്കുകയും അവിടെ ഒരു മൈനർ കണ്ടെയ്നർ ട്രാൻസ്മാൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡർ കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുന്നതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ CM ഇവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അതിന് പ്രത്യേകമായ പദ്ധതികളുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ MSC കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അംഗം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സർക്കാരിൻ്റെ മുമ്പിൽ ഫയലൊന്നും വന്നിട്ടില്ല. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരമൊരു നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ മുമ്പിൽ അത്തരമൊരു കാര്യം വന്നാൽ സർക്കാർ അത് പരിശോധിക്കും. വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല, കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കാനുള്ള ഒരു പദ്ധതി. വിഴിഞ്ഞൊരു പ്രധാന പോർട്ടാണ്, കൊച്ചി പോർട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനലുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട ഒരു പരമ്പരാഗതമായൊരു തുറമുഖമാണ് ബേപ്പൂർ. തീർച്ചയായിട്ടും ബേപ്പൂരിന് അതിൽ വലിയ പ്രാധാന്യം ഉറപ്പായി ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർട്ടുകൾ, ഒന്ന് കോവളം വിഴിഞ്ഞം, അതൊരു പോർട്ട്, കൊല്ലം, അഴീക്കൽ, ബേപ്പൂർ, ഈ കാര്യങ്ങൾക്കാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ ലോജിസ്റ്റിക്സ് തന്നെ, നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്ന ലോജിസ്റ്റിക്സ് തന്നെ ഈ തീരങ്ങളിൽ അണയാൻ വേണ്ടിയിട്ട്, ഈ പോർട്ടുകളിൽ അണയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും അതിനോടുള്ള അനുബന്ധ സംവിധാനങ്ങളും ഈ പോർട്ടുകളിൽ ഉടൻ തന്നെ ഏർപ്പെടുത്തും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം തന്നെ ഈ പോർട്ടുകൾ സന്ദർശിച്ച് അവിടെയുള്ള കുറവുകൾ മനസ്സിലാക്കി അടിയന്തരമായി ആ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങാനും ലോജിസ്റ്റിക്സ് തുടങ്ങാനും ഉള്ള ആഗ്രഹത്തിലാണ് ഗവൺമെൻറ്. അതിനുള്ള പ്രാരംഭമായ നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും.